ADGP RSS കൂടിക്കാഴ്ച വിവാദങ്ങൾക്കിടെ നിർണായക LDF യോഗം അല്പസമയത്തിനകം. ADGPയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കാൻ CPI. മുഖ്യമന്ത്രിയുടെ മറുപടി നിർണായകം. ADGP RSS നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായല്ലെന്ന് VD സതീശൻ. അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിനെന്നും സതീശന്റെ ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സിനിമയിലെ വനിതാ കൂട്ടായ്മ WCC. റിപ്പോർട്ടിലെ തുടർ നടപടികളും സിനിമാ നയത്തിലെ നിലപാടും ചർച്ചയായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി നിർമ്മാതാക്കളുടെ സംഘടനയിലും തർക്കം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിനെതിരെ വനിതാ നിർമ്മാതാക്കൾ രംഗത്ത്. വനിതാ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച യോഗം പ്രഹസനമെന്ന് വിമർശനം. രാഹുൽ ഗാന്ധിയുടെ സിഖ് പരാമർശം വിവാദമാകുന്നു. രാഹുൽ രാജ്യത്തെ അപമാനിച്ചെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്തെ വിഭജിക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്നും വിമർശനം. തിരുവനന്തപുരം വെള്ളറടയിൽ നടുക്കുന്ന ക്രൂരത. വാഹനമിടിച്ച് അപകടം പറ്റിയയാളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് കടന്നുകളഞ്ഞു. പരിക്കേറ്റ കലിംഗനട സ്വദേശി സുരേഷ് മുറിക്കുള്ളിൽ കിടന്നു മരിച്ചു. മൃതദേഹം കണ്ടത് ദുർഗന്ധം കാരണം നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയത് ആസൂത്രിതമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട സുഭദ്രയെ അറിയാമെന്ന് മാത്യുവിന്റെ കുടുംബം. സുഭദ്രയും ഒളിവിൽ കഴിയുന്ന ശർമ്മളയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പോലീസ്. പ്രതികളെ തെരഞ്ഞ് അന്വേഷണ സംഘം ഉടുപ്പിയിൽ. PT ഉഷയ്ക്കെതിരെ ആരോപണവുമായി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. പാരീസ് ഒളിമ്പിക്സിൽ PT ഉഷ രാഷ്ട്രീയം കളിച്ചു. ചികിത്സയിൽ കഴിയവെ ഫോട്ടോയെടുത്ത് പ്രചരിപ്പിച്ചു. അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യ ഒളിമ്പിക് അസോസിയേഷന് അപ്പീൽ നൽകാൻ വൈകിയെന്നും ആരോപണം.